ഹലോ സുഹൃത്തുക്കളെ, ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും പുതിയതും അത്യന്തം ആവേശം നിറഞ്ഞതുമായ അപ്ഡേറ്റുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ആ വലിയ പ്രഖ്യാപനം എത്തിക്കഴിഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഈ വരുന്ന സെപ്റ്റംബർ ആദ്യവാരം മുതൽ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. പതിവ് പോലെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ് ഇത്തവണയും ഷോയുടെ അമരക്കാരൻ. പക്ഷേ ഇത്തവണ കഥയൊന്നു മാറും. മെയിൻ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി ഒരു വെടിക്കെട്ട് പ്രീ ഷോ വരുന്നുണ്ട്. അതാണ് അഗ്നിപരീക്ഷ. ഈ വരുന്ന ഓഗസ്റ്റ് 15 മുതൽ ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും ഇത് ലൈവായി കാണാം. എന്താണ് ഈ അഗ്നിപരീക്ഷ? ആരൊക്കെയാണ് ഇതിലെ ജഡ്ജസ്? ഈ സീസണിൻ്റെ തീം എന്താണ്? എല്ലാം ഈ വീഡിയോയിലെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണ് ഈ അഗ്നിപരീക്ഷ? കഴിഞ്ഞ കുറച്ചു സീസണുകളിലായി ബിഗ് ബോസ് വീട്ടിലേക്ക് സാധാരണക്കാരായ മത്സരാർത്ഥികൾ അഥവാ കോമണേഴ്സ് വരാറുണ്ട്. കഴിഞ്ഞ സീസണുകളിൽ ഡയറക്റ്റ് എൻട്രി ആയിരുന്നു എങ്കിൽ ഇത്തവണ അത് അത്ര എളുപ്പമല്ല. ഈ സീസണിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കായി നടത്തുന്ന ഒരു സ്പെഷ്യൽ പ്രീ ഷോ റിയാലിറ്റി ടാസ്ക്കാണ് അഗ്നിപരീക്ഷ. കഠിനമായ ടാസ്കുകളിലൂടെയും മെൻ്റൽ ഫിസിക്കൽ ചലഞ്ചുകളിലൂടെയും കടന്നുപോയി ജനങ്ങളുടെ വോട്ടും ജഡ്ജസിൻ്റെ പ്രശംസയും നേടുന്നവർക്ക് മാത്രമേ ഇത്തവണ ലാലേട്ടൻ്റെ കൂടെ ബിഗ് ബോസ് മെയിൻ സ്റ്റേജിലേക്ക് പോകുവാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇതൊരു അസാധാരണമായ അഗ്നിപരീക്ഷ തന്നെയായിരിക്കും. ഇനി ഈ പ്രീ ഷോ നിയന്ത്രിക്കാൻ വരുന്നത് ആരൊക്കെയാണെന്നറിയാമോ? ബിഗ് ബോസ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ജനപ്രിയരും തൻ്റെടികളുമായ 3 പേരാണ് ഈ പാനലിൽ ഉള്ളത്. സീസൺ 5 ടൈറ്റിൽ വിന്നറും തഗ് ഡയലോഗുകളിലൂടെയും സ്ട്രാറ്റജിയിലൂടെയും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ അഖിൽ മാരാറാണ് ഒന്നാമത്തെ ജഡ്ജ്. രണ്ടാമത്തെ ജഡ്ജ് സീസൺ 4 വന്ന് ബിഗ് ബോസ് ഗെയിം പ്ലാൻ തന്നെ മാറ്റിമറിച്ച് ശക്തമായ നിലപാടുകളുള്ള താരമായ റിയാസ് സലീം. മൂന്നാമത്തെ ജഡ്ജ് ഏഷ്യാനെറ്റിൻ്റെ എക്കാലത്തെയും ഐക്കോണിക് അവതാരകയും സീസൺ 1 ശക്തയായ മത്സരാർത്ഥിയുമായിരുന്ന രഞ്ജിനി ഹരിദാസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 3 പേരുടെയും മുന്നിലേക്കാണ് മത്സരാർത്ഥികൾ വരുന്നത്. ചോദ്യശരങ്ങളും കടുത്ത ടാസ്കുകളും കൊണ്ട് ഈ പാനൽ മത്സരാർത്ഥികളെ ശരിക്കും പരീക്ഷിക്കും. ജഡ്ജിംഗ് പാനൽ തന്നെ ഇത്രയും സ്ട്രോങ് ആണെങ്കിൽ ഷോ എത്രത്തോളം ഫയർ ആയിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ഇനി ഈ സീസണിൻ്റെ തീം എന്താണെന്ന് നോക്കിയാലോ? ഡെമോക്രസി, പവർ, ഡൈനാമിക്സ്, അതായത് ജനാധിപത്യവും അധികാര സമവാക്യങ്ങളും എന്നതാണ് ഇത്തവണത്തെ ബിഗ് ബോസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതായത് അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ഗ്രൂപ്പിസവും ഒക്കെ ഈ സീസണിൽ വൻ രീതിയിൽ പ്രതീക്ഷിക്കാം. ഇനി ഹൗസ് മേറ്റ്സിൻ്റെ കണക്കിലേക്ക് വരികയാണെങ്കിൽ ഇത്തവണ 14 പ്രമുഖ സെലിബ്രിറ്റികളും അഗ്നിപരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 6 സാധാരണക്കാരുമാണ് വീട്ടിൽ ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ 20 പേർ തമ്മിലുള്ള കടുത്ത പോരാട്ടമായിരിക്കും സീസൺ 8. ഇത്തവണയും പതിവ് പോലെ തന്നെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ ചാനലിലും ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയ ജിയോ ഹോട്ട്സ്റ്റാറിലും ഷോ ലഭ്യമായിരിക്കും. ഓഗസ്റ്റ് 15 അഗ്നിപരീക്ഷ പ്രീ ഷോ ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ഫൈനൽ മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തുകൊണ്ട് സെപ്റ്റംബർ ആദ്യവാരം, അതായത് ഏകദേശം സെപ്റ്റംബർ 6 ബിഗ് ബോസ് മലയാളം സീസൺ 8 ഗ്രാൻഡ് ലോഞ്ച് നടക്കും. 24 മണിക്കൂർ ലൈവ് സ്ട്രീമിംഗ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ശരിക്കും ഒരു തീപ്പൊരി സീസൺ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഖിൽ മാരാരും റിയാസും രഞ്ജിനിയും ചേർന്ന് നടത്തുന്ന ആ അഗ്നി പരീക്ഷ കാണാൻ ഞാൻ സത്യത്തിൽ വ്യക്തിപരമായി ഒത്തിരി ആവേശത്തിലാണ്. ബിഗ് ബോസ് സീസൺ 8 കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പോഴേക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. സീസൺ 8 മത്സരാർത്ഥികളെ പറ്റി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒരു തവണ കൂടി വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു